കോതമംഗലം തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ നിന്ന് ജനവാസ മേഖലയെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടിട്ടും ഒരു വർഷമായി അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് പരാതി. വന്യമൃഗശല്യം രൂക്ഷമാണെന്നും സ്വന്തം പറമ്പിലെ മരം വെട്ടി വിൽക്കാനോ സ്ഥലം പണയപ്പെടുത്തുവാനോ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെയുള്ളതെന്നുമാണ് പ്രദേശവാസികളുടെ ആരോപണം. 1983 നിലവിൽ വന്ന തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന്റെ അതിർത്തിക്കുള്ളിൽ 12,000-ഓളം ജനങ്ങളും 9 ചതുരശ്ര കിലോമീറ്റർ റവന്യൂ ഭൂമിയും ഉൾപ്പെട്ടുപോയിരുന്നു. 2020 ബഫർ സോൺ പ്രഖ്യാപനം വന്നതു മുതൽ കിഫ അടക്കമുള്ള കർഷക സംഘടനകൾ ശക്തമായ പ്രതിരോധം തീർക്കുകയും അതിർത്തി പുനർനിർണയിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്തതിനെ തുടർന്ന് 2023 ജനുവരി 19 കൂടിയ സംസ്ഥാന വന്യജീവി ബോർഡ് ഈ വിഷയം പ്രത്യേക അജണ്ടയായി പരിഗണിച്ച് അതിർത്തി പുനർനിർണയിക്കാൻ തീരുമാനമെടുത്തിരുന്നു. എന്നാൽ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന്റെ ഉള്ളിൽ പെട്ടുപോയിട്ടുള്ള ജനവാസ മേഖല പൂർണ്ണമായി ഒഴിവാക്കി അതിർത്തി പുനർനിർണയം ചെയ്യാൻ മുഖ്യമന്ത്രി അധ്യക്ഷനായ സംസ്ഥാന വന്യജീവി ബോർഡ് തീരുമാനമെടുത്തിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും നടപടി പൂർത്തിയാക്കാൻ വനം വകുപ്പിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. വനം വകുപ്പിന് ഈ വിഷയത്തിൽ കൃത്യമായ താല്പര്യമില്ലായ്മ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവർ ഒരു തരത്തിൽ ഞങ്ങളെ ഈ അവസ്ഥ, ഈ കഷ്ടപ്പാട്, വന്യജീവികളുടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ ഏരിയയിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥ വീണ്ടും തുടരാനാണ് തീരുമാനം. അത്തരത്തിലുള്ള തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ അതിനെതിരെ ഈ ജനവാസ മേഖലയിൽ വരുന്ന ആളുകളുടെ ശക്തമായ പ്രക്ഷോഭം ഉണ്ടാവും. വന്യമൃഗശല്യം രൂക്ഷമാണെന്നും സ്വന്തം പറമ്പിലെ മരം വെട്ടി വിൽക്കാനോ സ്ഥലം പണയപ്പെടുത്തുവാനോ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെയുള്ളതെന്നും പ്രദേശവാസിയായ വീട്ടമ്മ ദിവ്യ തോമസ് പറഞ്ഞു. ഞങ്ങൾ ഉരുളന്തണ്ണി മുതൽ തട്ടേക്കാട് വരെയുള്ള മേഖലയിലെ ആളുകളെ ഒഴിവാക്കി തരാമെന്ന് ഒരു വർഷമായി സർക്കാർ പറയുന്നതാണ്. ഫോറസ്റ്റുകാർ അതിനെക്കുറിച്ച് ഞങ്ങളോട് ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇതുവരെ നാളെ ഇതുവരെയായിട്ട് ഒരു കാര്യം ഞങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള വേറെ അറിയിപ്പുകളൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ വന്യമൃഗശല്യം ഭയങ്കര രൂക്ഷമാണ്. കുരങ്ങ് മുതൽ മലയണ്ണാൻ മുതൽ ആന വരെ, ഈ തൊട്ടടുത്ത് വരെ, നമ്മുടെ ഈ റോഡിൻ്റെ തൊട്ടടുത്ത് വരെ ആന വന്നാണ്. രാത്രിയിലും പകലും ഇല്ലാതെ ഞങ്ങൾക്ക് ഭയങ്കര ശല്യമാണ്. ഒരു സാധനം ഞങ്ങൾക്ക് കുഴിച്ചിട്ടാൽ അതിൻ്റെ ആദായം എടുക്കാൻ സാധിക്കുന്നില്ല. കൂടാതെ പല നിയമ നടപടി, തടി മുറിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഭൂമി വിൽക്കാൻ പറ്റുന്നില്ല. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന്റെ അതിർത്തി പുനർനിർണയം ചെയ്യണമെന്നും ഉരുളൻ തണ്ണി മുതൽ തട്ടേക്കാട് വരെയുള്ള പ്രദേശത്ത് വന്യജീവിയുടെ സ്റ്റാറ്റസിലാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്നും കിഫ എറണാകുളം ജില്ലാ പ്രസിഡന്റ് സിജുമോൻ ഫ്രാൻസിസ് പറഞ്ഞു. കേരളത്തിൽ 23 വന്യജീവി സങ്കേതങ്ങൾ ഉള്ളതിൽ ജനവാസ മേഖലകൾ ഉള്ളിൽപ്പെടുത്തിക്കൊണ്ട് ചെയ്തിരിക്കുന്നത് ഒരേ ഒരു പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. ഇതിൽ റവന്യൂ ലാൻഡ്, അതായത് കരമടയ്ക്കുന്ന അൾട്ടിമേറ്റ് ഓണർഷിപ്പ് ഉള്ള പട്ടയ ഭൂമി 9 സ്ക്വയർ കിലോമീറ്റർ ഇതിനകത്ത് പെടുത്തിയിരിക്കുകയാണ്. ഈ ബഫർ സോൺ വിഷയം എന്ന് പറയുന്നത് അതിർത്തിക്ക് പുറത്തേക്കാണ്. അത് രണ്ടാമത് വരുന്ന കാര്യമാണ്. ആദ്യമേ ഇതിൻ്റെ അതിർത്തി പുനർനിർണ്ണയം ചെയ്താൽ മാത്രമാണ്, ബോർഡർ എവിടെയാണെന്ന് അറിഞ്ഞാലാണ് പിന്നെ ഇക്കോ സെൻസിറ്റീവ് സോണിൻ്റെ സുപ്രീം കോടതിയായിട്ട് ബന്ധപ്പെട്ട കേസുകളും അതിൽ എക്സംഷൻസ് ഒക്കെ വരുന്നത്. ശരിക്കും ഒരു വന്യജീവിയുടെ സ്റ്റാറ്റസിലാണ് ഈ പറഞ്ഞിരിക്കുന്ന പ്രദേശം. ഉരുളന്തണ്ണി മുതൽ തട്ടേക്കാട് വരെയുള്ള പ്രദേശത്ത് വന്യജീവിയുടെ സ്റ്റാറ്റസിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ കൃത്യസമയത്ത് പൂർത്തിയാക്കിയിട്ടുണ്ടെന്നാണ് വനം വകുപ്പിന്റെ നിലപാട്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ,